കരടിയുണ്ട്. ആന എപ്പോഴും ആന തന്നെ. ഈ എറുത്തിന്റെ അടുത്ത് തുമ്പുകൈ ഇങ്ങനെ നീട്ടിക്കൊണ്ട് അകത്ത് തൊട്ട് ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തോടെ കുട്ടി ഉണ്ടായിരുന്നു. ആനയും കുട്ടിയും ഭയങ്കര പെരും കൂട്ടാവും. ഈറക്കെട്ടായിരുന്നു അവിടെ വെളിയാക്കി. ആന ഇതിലെ കൂടെ ഇഞ്ഞ ഒരു അല്ലമ്മച്ചി ഈ ആഞ്ജലി ഫോറസ്റ്റുകാരോട് പറഞ്ഞില്ലേ വീടിന്റെ മുകളിൽ കൂടെ വീഴത്തില്ലയോ? കക്കൂസും കുളിമുറി ഒന്നും ഇല്ല. ഇല്ല ഇല്ല, സർക്കാർ പഞ്ചായത്തിനൊന്നും തന്നിട്ടില്ല. ഇത് ഇറക്കിട്ടില്ല. കൂട്ടമല്ലേ, കൂട്ടാണ് വരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ തുമ്പിക്കൈക്ക് അടുത്തോട്ട് നീക്കും. കയറ്റിട്ട് നോക്കുമ്പോഴാ ഷൂ എന്ന് പറഞ്ഞു. അതിന്റെ വിളി കേട്ടാ നമ്മള് തകർന്നു പോകൂലേ. ഇവിടെ നിന്നാ നമ്മൾ പേടിച്ച് നിക്കാനോ. ഭയങ്കര വിളിയാണ്. ഞാൻ കള്ളത്തരം പറയുകയാണെങ്കിൽ അവിടെ ചെന്ന് നോക്കി അവിടെ തോറ് ഉഴക്കി ഇട്ടിട്ടുണ്ട്. പക്ഷെ കാണാൻ ഇവിടെ നല്ല ഭംഗിയൊക്കെയുള്ള സ്ഥലമൊക്കെ തന്നെ. പക്ഷെ നമുക്ക് ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. ഇതിന്ന് നല്ല വെളിയായി മൈതാനം പോലെ അവിടെയും അക്കരക്കരയും. പിന്നെ ഇവിടെ നിന്നാ കാണാൻ ആന അവിടെയൊക്കെ നിൽക്കുന്നു. സന്ധ്യയാകുമ്പോ ഇറങ്ങുമല്ലേ? ഇവിടെ ആണെങ്കിൽ നേരെ ഇഞ്ഞ് വരും. ഇതൊക്കെ വലിച്ചൊടിച്ച് തിന്നാനേ. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ നമ്മള് വനവാസികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എയിം ഡിവിഷൻ ചാനലിന്റെ യാത്രകൾ കൊല്ലം ജില്ലയിലെ പ്രധാന ഭാഗങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കുളത്തൂപ്പുഴയിലെ ഡാരിയിലെ ചതുപ്പ് ഭാഗത്താണ്. നിരന്തരമായി ആനകൾ മേയുന്ന സ്ഥലം. ആന മാത്രമല്ല മറ്റെല്ലാ വന്യമൃഗങ്ങളും. ഇപ്പോൾ കരടിയുടെ ശല്യമാണ്. ഞാനിപ്പോൾ ശാന്തമ്മ അമ്മയുടെ വീട്ടിലാണ്. 70 വയസ്സൊക്കെ ഉണ്ട് കേട്ടോ, കാലൊക്കെ വയ്യ. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഇവിടെ വനവാസിയായ പ്രകാശൻ്റെ ബന്ധുവാണ്. അന്ന് പ്രകാശൻ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാക്കാൻ നടന്നു വരുന്ന വഴിക്കാണ് ഈ ഡാരി ചതുപ്പിൽ വെച്ച് ആന ആക്രമിക്കുകയും വാരിയലിലൊക്കെ പൊട്ടലേക്കുകയും വളരെ ഗുരുതരമായി മെഡിക്കൽ കോളേജിൽ കിടക്കുകയും ഇപ്പോൾ സുഖം പ്രാപിച്ച് വരുന്നേ ഉള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അധികൃതർ കേൾക്കാൻ കൂടിയാണ്. ഒരുപാട് പേരെ ഡാരിക്കപ്പുറത്ത് മാത്രക്കരിക്കത്തിൽ നിന്ന് ഒഴിപ്പിച്ചു മാറ്റി. പക്ഷേ ഈ ചതുപ്പിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. വന്യമൃഗങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു സ്ഥലം, പകൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥലം, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇവരുടെ വീട് മരം വീണ് തകർന്നതിന് പകരം ഒരു ഷെഡ് കെട്ടി ഇവിടെ കിടക്കുകയാണ്. മോൻ്റെ മക്കളും ഒക്കെയുണ്ട്. വൈകിട്ടാവുമ്പോൾ അപ്പുറത്ത് വേറൊരു വീട്ടിൽ പോയാണ് കിടക്കുന്നത്. വൈകുന്നേരം വരെ മാത്രമേ ഇവിടെ താമസമുള്ളൂ. പകൽ ആഹാരമൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ട് വൈകിട്ട് ആഹാരം കഴിച്ചിട്ട് നേരെ അപ്പുറത്ത് പോയി താമസിക്കും. ആലോചിച്ചു, എല്ലാ ദിവസവും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി താമസിക്കുക. കഴിഞ്ഞ സർക്കാർ ഇരുന്നപ്പോൾ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനം എന്ന് പറഞ്ഞ് ഒരുപാട് വോട്ടുകൾ പിടിച്ച സ്ഥലമാണ്. വോട്ടൊക്കെ കൊടുത്തു അമ്മ? ഇപ്പോഴും അമ്മ വോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ശ്രദ്ധിക്കേണ്ടത്, ഇത് വനം വകുപ്പ് മന്ത്രിയുടെ പരിധിയിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ വനം വകുപ്പിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം ഇവിടെ കുറേ പേരെയും കൂടെ ഒഴിപ്പിച്ചാൽ അവർ അവരുടെ ജീവിതം സുരക്ഷിതമാക്കി എവിടെയെങ്കിലും പോയി താമസിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ഒരുപാടൊന്നും വേണ്ട. ഇത് പട്ടയമൊക്കെയുള്ള ഭൂമിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പൈസ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്. അർഹതയില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ പുരയിടങ്ങളൊക്കെ ഉണ്ട്, പുറത്ത് ജീവിക്കുന്നവർക്ക്. അവരുടെ വസ്തുവിന് പൈസ കിട്ടിയപ്പോൾ ഇവിടെ വർഷങ്ങളായി താമസിക്കുന്ന ആൾക്കാർക്ക് 10, 60, 70, 100 വർഷമായി താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടുന്ന് പോയി എവിടെയെങ്കിലും ഒരു ചെറിയ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹമുണ്ട്. അതിനുള്ള പരിഹാരം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം. വനം വകുപ്പാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? വർഷങ്ങളൊക്കെ അത് കൂട്ടിയിട്ട് ഒന്നുമില്ല. 10-60 വർഷമായിട്ട് താമസിക്കുന്നുണ്ടോ? ഞങ്ങളിവിടെ വാങ്ങിച്ചതാ. ഞങ്ങളെ സ്ഥലം ഓന്തോച്ചായിരുന്നു. ഓന്തോച്ചക്കാർ ഇവിടെ വന്ന് മേടിച്ചതാ? ഇവിടെ മേടിച്ചതാ. അങ്ങനെ ഇവിടുന്ന് ഇപ്പം വന്നു അന്നേരം പോർട്ടില് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ മോൻ അതില് ചേർന്ന് അവരിപ്പോ ഇല്ല, അവർ കാട്ടിപ്പോയാകുന്നു. ഇവിടെ വനത്തിൽ പോയേക്കുന്നു. എന്താ കുന്തിരിക്കൊക്കെ എടുക്കാനോ? പോയിട്ട് തോന്നിയ ദിവസമായി. ഇതുവരെ കണ്ടില്ല. പേരുണ്ട്? ഒരു ചേട്ടനും അനിയനും. കരടി ഉണ്ട്. ആന എപ്പോഴും ആന തന്നെ. ആന ഇവിടെ നിന്ന് മാറൂലല്ല. ഇത്തിരി നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ. അക്കരയും ഇക്കരയും. ഇന്നലെ വൈകിട്ട് ഈ പിന്നെ വയലിലിറങ്ങി. വയലിൽ അവിടെ ഇറങ്ങി. കൃഷിയുണ്ടോ അവിടെ? കൃഷിയൊന്നുമില്ല. ആന ശല്യം കൊണ്ടല്ലേ കൃഷി ചെയ്യാതെ. കളഞ്ഞിട്ട് പോയാന്നോ അവര്? അല്ല, അത് എന്റെ മൂത്ത മക്കള. താമസമുണ്ടോ? അതില് താമസമില്ല. അവര് കുളത്തൂടെ. ഓ ശരി. പേടിച്ചു പോയതാ. ആനയെ പേടിച്ചു പോയില്ലേ? ഈ കിടക്കുന്ന നമ്മുടെ വീടല്ലയോ? ആണ്. അത് അതിലായിരുന്നു താമസിച്ചത്. അന്നേരം അത് മരം വീണ് ഓടായിരുന്നു. ഓടെല്ലാം തീർന്നു. ആന ഇതിലേക്ക് ഇറങ്ങി വരും. ഇതിലേ വരും. ഇവിടെ ഫെൻസിംഗ് ഒന്നുമില്ല. ഇപ്പൊ പിന്നെ എറുത്തിട്ടാക്കോന്നു. എറുത്തുണ്ടാലും ആന ഈ എറുത്തിന്റെ അടുത്ത് തുമ്പുകൈ ഇങ്ങനെ നീട്ടിക്കൊണ്ട് അകത്ത് തൊട്ട് ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തോടെ. കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയുണ്ട്. ആനയും കുട്ടിയും ഭയങ്കര പെരും കൂട്ടാവും. ഇന്നലെയൊക്കെ വന്നായിരുന്നോ? ഇന്നലെ മേലിറങ്ങി ദോണ്ട് ആ തുണി വിരിച്ചാക്കുന്നല്ലേ. അവിടെ താമസക്കാരുണ്ടോ? ഉണ്ട്. അക്കരെ ഇക്കരയൊക്കെ ഉണ്ട്. അക്കരെ ഇക്കരെ കൊച്ചുങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് പോകുന്നത്. എന്റെ മരുമക്കളെ വീടാണ് അക്കരക്കര.
അപ്പൊ നമ്മൾ ഈ വീട് മരം വീടെല്ലാം പ്രശ്നമായതിനു ശേഷം ഇപ്പൊ നമ്മൾ ഇങ്ങനെ താമസിച്ചു. പക്ഷെ ആന ഇതിലേക്കിടങ്ങി വരുമല്ലോ, ഇവിടെ വന്ന് നിൽക്കുമല്ലോ. ഇവിടെ മാത്രമല്ല അങ്ങ് മേലോട്ടും താഴോട്ടൊക്കെ പോകും. എല്ലാം വെച്ച് ഈ ആഞ്ജലി ഫോറസ്റ്റുകാരോട് പറഞ്ഞില്ലേ വീടിന്റെ മുകളിൽ കൂടെ വീഴത്തില്ലയോ? ഇത് അവര് എടുത്ത് ചോദിച്ചിട്ടാണ് വലിയ തടിയൊക്കെ കോതി അതിന്റെ തടിയാ താണ്ട. പിന്നെ മൂട് പോയിരിക്കുവാന്നല്ലേ? ഇത് വീണ് കഴിഞ്ഞാൽ തീർന്നില്ലയോ? ഇതുവഴി ആന ഇങ്ങനെ ഇറങ്ങി വരാനുള്ള ഒരു വഴിച്ചാലുണ്ടല്ലോ. വഴി എല്ലായിടത്തും ഇവിടെ നിരന്ന് തന്നെ വരുന്നേ. അതിന്റെ ഇത് ഇറത്തിന്റെ വഴി നമുക്ക് കാട്ടില് വഴിക്കിറങ്ങാൻ പോയി. നമുക്ക് ബാത്റൂം ഒന്നും ഇല്ലല്ലേ? ഓ, കക്കൂസും കുളിമുറി ഒന്നും ഇല്ല? ഇല്ല. സർക്കാർ പഞ്ചായത്തിനൊന്നും തന്നിട്ടില്ല? ഇത് ഇറക്കിട്ടില്ല. ഓ, അത് ശരി. കക്കൂസ് പറഞ്ഞ് തന്ന 2000 രൂപ. ആ 2000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? എണ്ണപ്പനയുടെ ഇവിടെ ഇവിടെ വന്നെങ്കിൽ നിൽക്കുമല്ലേ? ഇതാ അതിന്റെ പുഴുക്കതാ ഇവിടെ കിടപ്പുണ്ട്. ഓ, ഇവിടെ വന്നിന്ന് മേഞ്ഞേക്ക് വന്നല്ലോ ആന. പിന്നെ ഇവിടെ എല്ലാം വെടിയാക്കി ഓല വലിച്ചു വിരിഞ്ഞിട്ട് എണ്ണപ്പരയുടെ മുകളിൽ നിന്ന് കായൊക്കെ വലിച്ചു വിടുക്കാനായിട്ട് പോയി കിട്ടത്തില്ല. മൂട്ടില്. ഓ, ഇവിടെ വന്ന് കിടന്ന് മേളവാ. എന്നിട്ടാകുമ്പോ വരും. ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഇവിടെ ആ മരത്തിന്റെ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം വന്ന് മേഞ്ഞിട്ട് പോയേക്കുവാ. ഇപ്പൊ ഡാരി ചതുപ്പിന്റെ മുകളിലുള്ള ഭാഗമാണ്. മാങ്ങ തിന്ന് തോറി വെച്ചതാ. മാങ്ങ തിന്നിട്ട് അത് കിളിക്ക്. ഓ, ഇത് കണ്ടമാനം മാങ്ങ തിന്നിട്ടല്ലേ? ഇവിടെ മാവുണ്ട്. കാട്ടുമാവുണ്ടോ? ഓ, ആനപ്പിണ്ടത്തിൽ മൊത്തം മാങ്ങയാ. നല്ല മാന്തയ്യാണോ ഇത്? നല്ല തയ്യല്ലയോ? ഇത് കിളിച്ച് വലിയ മാവാവും. ഇപ്പൊ ഈ സാധനമാണ് ഇപ്പം ആനകളാണ് ഇതെല്ലാം സെറ്റാക്കി എടുക്കുന്നത് അല്ലയോ? ഇഷ്ടം പോലെ ഉണ്ടല്ലേ? മാങ്ങ പറക്കി തിന്നിട്ട് എല്ലാ ദിവസവും വരുമെന്ന് തോന്നുന്നു ഇവിടെ അല്ലേ? വരും. ഇത് വെളിയാക്കിയതാ. വന്ന് നിന്ന് ഇവിടെ പിണ്ടോട്ടങ്ങ് നിൽക്കുമല്ലയോ? ഇഷ്ടംപോലെ നാട്ടു മാങ്ങയൊക്കെ തിന്ന് റെഡിയാ. മാങ്ങയൊക്കെ കളിച്ച് നിൽക്കുക. നഴ്സറി നിൽക്കുന്നതാണ്. കിടക്കാനേ പറ്റാത്ത അവസ്ഥയല്ലേ? എന്നാലും എറുത്ത് ചില സമയത്ത് കിട്ടൂല. ഇട്ടുണ്ടോ? ഇപ്പൊ ഇല്ലല്ലോ. ഞാൻ അവിടെ വയലിൽ നട്ട് കിളിപ്പിച്ചാണ് എണ്ണപ്പനയിൽ ചെന്ന് കാവ് പറക്കി കൊണ്ടുവന്ന് പിള്ളേർക്ക് തിന്നാ കൊച്ചില്. വൈകുന്നേരം ആകുമ്പോൾ കൊളുത്തി ഇടുമല്ലോ. ആന ഇറങ്ങാതെ ചെറിയ മൃഗങ്ങളൊക്കെ അതിനകത്തോട് ഇറങ്ങും. എന്നെ കൊണ്ടൊക്കത്തില്ല. ഇത് ഊക്ക് പിടിച്ചിടാ വരത്തില്ല. ഇങ്ങനെ പിടിച്ച വലിക്കണം. വലിച്ചാലും വരൂല, എത്തൂല. ജണ്ടയുടെ അപ്പുറത്താണ് നമ്മുടെ വസ്തു അല്ലേ? ഇത് ഒരു 10-100 വർഷത്തിന്റെ പഴക്കമുള്ള ആണല്ലേ? പോയി നിൽക്കുക മൂട്. വനയാത്രകളിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ തന്നെ ചിലപ്പോൾ മനോഹരമായ കാഴ്ചകളും വനത്തിൽ നിന്ന് നമ്മൾ നിങ്ങൾക്ക് തരാറുണ്ട്. ഒരു 10-100 വർഷമേറെ പഴക്കമുള്ള ആഞ്ഞിലാണ്. ഇത് ഒരു വീടിൻ്റെ സമീപത്താണ് നിൽക്കുന്നത്, ഡാരി ചതുപ്പിൽ. ഏത് നിമിഷവും ഇത് മറിഞ്ഞു വീണാൽ ആ വീട്ടിൽ താമസക്കാരുണ്ട്. അവരുടെ ഒരു വീട് മരം വീണ് തകർന്നു പോയതാണ്. കാണാൻ ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഫോറസ്റ്റുകാരൻ ശ്രദ്ധിക്കുക, ഈ മരം ഒന്ന് മുറിച്ചു മാറ്റി കൊടുത്താൽ നന്നായിരിക്കും. ഇത് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ വീടിൻ്റെ കാര്യം നോക്കണ്ട. ടാർപ്പ കെട്ടിയ വീടാണ്. അവിടെ കട്ട കെട്ടിയിരുന്ന വീടിൻ്റെ ഓടുമേഞ്ഞ ഭാഗമെല്ലാം 2 മരം വീണ് തകർന്നു പോയി. അപ്പോൾ വനം വകുപ്പ് ശ്രദ്ധിച്ചാൽ വലിയൊരു അപകടം ഒഴിവാക്കാം. അവർക്ക് വേറെ ഒന്നുമില്ല, ഈ ഒരു കുഞ്ഞു വീട് മാത്രമാണ്. കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇനിയും ആ കാഴ്ചകളിലേക്ക് തന്നെ നമുക്ക് പോകാം.